ദേവാനാം ച ഹൃഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. ദേവന്മാരുടെയും ഋഷികളുടെയും ഗുരുവും ബുദ്ധിക്ക് പാത്രമായവനും മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനും സ്വർണവർണ്ണത്തോടു കൂടിയവനുമായ ആ ഗുരുവിനെ, ദേവന്മാരുടെ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ വ്യാഴത്തിൻ്റെ അതിവിശിഷ്ടമായ ശ്ലോകമാകുന്നു ഇത്. വ്യാഴൻ ദേവാചാര്യനാകുന്നു. ജീവഹ എന്നൊരു പര്യായമുണ്ട് വ്യാഴത്തിൽ. ജീവയതി ഇതി ജീവഹ, ജീവിപ്പിക്കുന്നവനാവുന്നു. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാലും ആ ജനന സമയത്ത് ദൃഷ്ടേ അമരരാജമന്ത്രിണ, ദേവന്മാരുടെ ഗുരുവായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അയാൾ ദീർഘായുസ്സായും സുഖത്തോടു കൂടിയും ജീവിക്കും, ജനിച്ചു വരും എന്ന് പറയുന്നു. അതാണ് ജീവയതി ഇത് ജീവഹ, ജീവിപ്പിക്കുന്നവനാണ്. ഈ വ്യാഴമാണ് ലോകത്തിൻ്റെ സമ്പത്തിനെ നിയന്ത്രിക്കുന്നത്. വ്യാഴം എപ്പോൾ മകരത്തിൽ വരുന്നു ആ സമയത്തൊക്കെ ലോകത്തിൽ ധനപരമായ അപജയങ്ങൾ നടന്നിട്ടുണ്ട്. വ്യാഴം ബുദ്ധിയുടെ കാരകനാണ്. വ്യാഴം സന്താനങ്ങളുടെ കാരകനാണ്. ധീജിത് പുത്ര അംഗസൗഖ്യം, ധീ ബുദ്ധി, ചിത് മനസ്സ്, പുത്രൻ സന്താനങ്ങൾ, അംഗസൗഖ്യം ശാരീരികമായ അംഗത്തിൻ്റെ സുഖവും നിയന്ത്രിക്കുന്നു വ്യാഴം. വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് ആകുന്നു വ്യാഴം. ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ അദ്ദേഹം വലിയ ഉപദേശിയാകുന്നു, കൺസൾട്ടൻ്റ് ആകുന്നു, അധ്യാപകനാകുന്നു, അദ്ദേഹം ചാറ്റേഡ് അക്കൗണ്ട് ആകുന്നു, അയാൾ ISROയിൽ സയൻറ്റിസ്റ്റ് ആകുന്നു. ഇങ്ങനെ ധാരാളം നല്ല കർമ്മങ്ങൾ വ്യാഴം വരുത്തി തീർക്കാറുണ്ട്. ആ വ്യാഴൻ ദുർബലമാണെങ്കിൽ, അനിഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിലോ വളരെയധികം പ്രതിസന്ധികളും ഉണ്ടാക്കും വ്യാഴത്തിന്. ഉന്മാദം, ഭ്രാന്ത് പോലും പറയണം വ്യാഴത്തിന്. അപ്രകാരം ശുഭങ്ങളും അശുഭങ്ങളും ഏത് ഗ്രഹങ്ങളും ചെയ്യും. ആത്മപ്രഭാവകാരകനെ ആദിത്യൻ പവർഫുള്ളാണെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രഭാവം അങ്ങേയറ്റം വളരും. സൂര്യൻ ആദിത്യൻ നീചസ്സനാണെങ്കിലോ അയാൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളും ക്രൂര സ്വഭാവത്തോടു കൂടിയും വർത്തിക്കുകയും ചെയ്യും. അപ്രകാരം ഗ്രഹങ്ങൾക്ക് ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമൊക്കെയുണ്ട്. കർക്കിടകത്തിലാകുന്നു വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം. ഇന്ദ്രിയാംശ കർക്കിടകം 5 വ്യാഴത്തിൻ്റെ അത്യുച്ഛമാണ്. അപ്രകാരം വ്യാഴത്തിൻ്റെ അതിനീചം മകരം രാശിയിൽ, മകരം 5 ആകുന്നു. വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ധനുവും മീനവും. ധനുവിൽ വ്യാഴത്തിന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലമുണ്ട്. ഇവിടെ വ്യാഴം ചാരവശാൽ അതിചാരത്തിലായിരുന്നു കർക്കിടകൻ രാശി തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ. അവിടെ നിന്നും വ്യാഴം ഇതാ ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി പ്രസ്തുത വ്യാഴം 2026 ജൂൺ മാസം 1-ാം തീയതി വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. ഈ വ്യാഴ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. ആ വ്യാഴത്തിൻ്റെ ആശ്രയഫലം നല്ലതാണ്. ബൗദ്ധേ ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത് സാജീവ്യയുക്ത സുഖി. ആ വ്യാഴം സജീവനാകും, മന്ത്രിയുടെ ജോലി ചെയ്യും, ഉപദേശം കൊടുക്കും, കൺസൾട്ടൻ്റ് ആകാം. ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത്, തനിക്ക് നല്ല അകമ്പടിക്കാരുണ്ടാകും. പരിച്ഛത എന്നാൽ അകമ്പടിക്കാരാണ്, നല്ല ഭൃത്യന്മാരുണ്ടാകും. ഭൂരി വർദ്ധിച്ച അകമ്പടിക്കാരും. ആത്മജ സന്താന ഗുണവും സുഹൃത്തുക്കളും. സാജീവ്യ മന്ത്രിപ്പണി, ഉപദേശം കൊടുക്കുന്ന ജോലിയും. സുഖി സുഖത്തോടു കൂടിയും ഇരിക്കും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഏതെല്ലാം രാശിക്കാർക്ക് വ്യാഴം സുഖങ്ങൾ തരും, ദുഃഖങ്ങൾ തരും എന്ന വിഷയമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ വൃശ്ചികൻ രാശിക്കാരനാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലം ബോംബെയിലായിരുന്നു. എനിക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം അതിശക്തമായി 9-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ബോംബെയിലേക്ക് പോയത്. ഞാൻ ബോംബെയിൽ സന്ദർശിക്കാത്തത് 8 വർഷത്തോളമായി. എനിക്ക് നിറയെ ക്ലയൻസുകളുള്ള ഒരു മഹാനഗരമാണ് ബോംബെ. ബോംബെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ബോംബെ മോഹിനിയാണ്. ഞാൻ 10-20 വിദേശ രാഷ്ട്രങ്ങൾ യാത്ര ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ബോംബെയിൽ വിമാനം ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു അസാധ്യമായ വൈബ്, ഓറ, എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അപ്രകാരം ബോംബെയിൽ നിന്നും സഞ്ചരിക്കുമ്പോൾ. അതിനാൽ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായ സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്? ബോംബെയിൽ പോയി. എനിക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ടായിരുന്നു. ഞാൻ കേവലം 10 ദിവസത്തെ യാത്രക്ക് പോയ വ്യക്തിയായ ഞാൻ വീണ്ടും 10 ദിവസം കൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത്രത്തോളം എനിക്ക് ക്ലയൻസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പൂനെയിൽ പോകേണ്ട ഒരാഴ്ച പൂനെയിൽ ഫുൾ പ്രോഗ്രാമായിരുന്നു. അതുപോലെ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ആ വ്യാഴത്തിൻ്റെ പ്രഭാവ സമയത്ത്. പക്ഷേ വ്യാഴം 5-ാം തീയതി മിഥുനത്തിലേക്ക് വന്നു. ശരിക്കും 4-ാം തീയതി മുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ അനുഭവിച്ചു. എനിക്ക് അനാവശ്യമായി ഞാൻ എയർപോർട്ടിൽ 4-ാം തീയതി രാത്രി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിയൊരു സംഖ്യ, സാധാരണ അക്ബർ ട്രാവൽസിൽ നിന്നാണ് ഞാൻ ദിർഹമൊക്കെ സമ്പാദിക്കാറ് ബോംബെയിൽ നിന്നും വരുമ്പോൾ. ഏത് രാജ്യത്ത് പോകണമെങ്കിലും. ഇപ്പം ലണ്ടനിൽ പോയ സമയത്ത് ഞാൻ കൊച്ചി അക്ബർ ട്രാവൽസിൽ നിന്നായിരുന്നു സ്റ്റെർലിംഗ് പൗണ്ട് വാങ്ങിയത്. ഇപ്രകാരം ഓരോ രാജ്യത്ത് പോകുമ്പോഴും നാം സമ്പാദിക്കും. വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് കാശ് കിട്ടും. പക്ഷേ ഞാൻ എയർപോർട്ടിൽ നിന്നും ധനം എനിക്കിവിടെ ആവശ്യമുണ്ടായിരുന്നു. വാങ്ങിയ സമയത്ത് ഞാൻ കേട്ടത് തുക മറ്റൊന്നായിരുന്നു. പക്ഷെ ഞാൻ അനുവദിച്ചു. കാശ് വാങ്ങുമ്പോഴേക്ക് എനിക്ക് ഭീമമായ നഷ്ടം വന്നു. ആ സംഖ്യക്ക് 12,000 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടുന്ന കാശാണ്. ഞാൻ പറയുന്നത് അതാണ് വ്യാഴം. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന വ്യാഴം ഇന്ന് വൃശ്ചികൻ രാശിയിൽ എനിക്ക് 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. എനിക്ക് വലിയ ധനനഷ്ടമുണ്ടായി. പിന്നെ ഞാനത് ചിന്തിക്കാറില്ല. പോകാനൊരു കാരണമുണ്ടെങ്കിൽ പോകട്ടെ. തിരിച്ച് ഞാൻ ഷാർജയിൽ എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഒരു പാകിസ്ഥാനിയുടെ കാറിൽ വെച്ച് ഞാൻ പോകേണ്ട സ്ഥലം പറഞ്ഞു. അദ്ദേഹത്തിന് സ്ഥിരം അറിയുന്ന ആളാണ്. ഒരാവശ്യവുമില്ലാതെ എനിക്കൊരു 7 ദിർഹത്തിന് എത്തുന്ന സ്ഥലമാണ്. അദ്ദേഹം അനാവശ്യമായി യു ടേൺ എടുത്ത് തിരിഞ്ഞ് വന്ന് അദ്ദേഹം അത് 12 ദിർഹമാക്കി. പ്ലസ് ഇവരുടെ സർവീസ് ചാർജ് 3.5 ദിർഹവും. അങ്ങനെ 15 ദിർഹം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. ഇതാണ് വ്യാഴം. നിങ്ങൾ അറിയുക, മേടൻ രാശിക്കാർക്ക് വ്യാഴം ബുദ്ധിമുട്ടുകളുണ്ടാക്കും. മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും. കർക്കിടകൻ രാശിക്കാർക്ക് 12-ൽ വ്യാഴമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും. വൃശ്ചികം ഉൾപ്പെടുന്ന എൻ്റെ രാശിക്കാർക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മകരൻ രാശിക്കാർക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കാം. മീനൻ രാശിക്കാർക്ക് മിശ്രഫലം, പലപ്പോഴും സമാധാനം കുറയും. കന്നി രാശിക്കാർക്ക് 10-ൽ വ്യാഴം, മിശ്രഫലമായിരിക്കും ഫലം. അതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇടവൻ രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും തുലാം രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും ഈ വ്യാഴം സത്ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും. നമുക്ക് വിശദമായി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. കന്യരാശിക്കാർക്ക് വ്യാഴം ഇന്ന് ചാരവശാൽ നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. വ്യാഴം 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ഒന്ന് 4-ാം ഭാവാധിപത്യം. 4-ാം ഭാവം എന്നാൽ അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, ഭൂമി, വാഹനം, ജലം, ജലത്തിൻ്റെ സ്ഥാനം, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. നാൽക്കാലികൾ, തൻ്റെ ജനിച്ച വീട്, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അവിടെ 4-ാം ഭാവാധിപനായ ഗ്രഹം ഭാവത്തിലേക്ക് നോക്കുന്നു. അതിനാൽ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ഹൗസ് വാമിംഗ്, വീട് കൂടൽ, പഴയ വീട് ദൃഢമാക്കുക, ഇതിനൊക്കെ പറ്റുന്ന അവസരമാണ് ഈ 5 മാസക്കാലം. മനസ്സിന് അസ്വസ്ഥത കുറച്ച് വരും, സാമ്പത്തികമായി കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ നിർമ്മിച്ചു കൊള്ളണം വീട്. ഗുരോകർമ്മകെ മന്ദിരം ചിത്രശാലം, 10-ൽ വ്യാഴം വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം അതാണ്. ചിത്രപ്പണികളോടുകൂടെ വീടുണ്ടാകും. പിതുർ പൂർവജോഭ്യഭി തേജോധികത്വം, പൂർവികരെക്കാളും പ്രശസ്തിയോടുകൂടി മുന്നോട്ട് നീങ്ങാൻ കഴിയും. ന തുഷ്ടോ ഭവേ ശർമ്മണ പുത്രഗാനം പജൽ പ്രത്യഹം പ്രസ്ഥസാമുദ്രമന്നം. പലപ്പോഴും മക്കളുടെ പ്രവർത്തനങ്ങൾ, സന്താന വിഷയത്തിൽ തൃപ്തി വളരെ കുറയും. മക്കൾ ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും തനിക്ക് മാനസികമായി വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. അവരോട് അപ്രിയം തോന്നും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഒരിടങ്ങഴി ഉപ്പിൻ്റെ അരി വയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ നന്നായി ഗൃഹപ്രവേശനവുമായി ബന്ധപ്പെടുന്ന കർമ്മങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനുമപ്പുറം
നമ്മൾ ധർമ്മദൈവ സങ്കേതം, 4-ാം ഭാവം ധർമ്മദൈവ സങ്കേതമാണ്. അവിടെ ഈ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയം അന്നദാനം ചെയ്ത് ദോഷങ്ങൾക്ക് പരിഹാരമാക്കുന്നത് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് 10-ൽ നിൽക്കുന്ന വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്ന ഫലമാണ്. അതിനാൽ നന്നായി ഉത്സാഹിച്ച് കാര്യങ്ങൾ നീക്കണം. മനസ്സിന് അസ്വസ്ഥത വരും, കഫജന്യമായ ബുദ്ധിമുട്ടുകൾ വരും. വളരെയധികം നെഞ്ചത്തേക്ക് കഫം വന്ന് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണെന്ന് അറിയുക. പിന്നീട് വ്യാഴം 7-ാം ഭാവാധിപനാണ്. വിവാഹ തീരുമാനങ്ങൾ, വിവാഹ നിശ്ചയങ്ങളൊക്കെ വരുന്ന സമയമാണ്. അതാണ് ഒരടങ്കടി ഉപ്പിൻ്റെ അരി വയ്ക്കേണ്ടി വരുന്നത്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക, അതിൻ്റെ ഭാഗമാവുക, വിവാഹങ്ങൾ വളരെയധികം മുന്നോട്ട് നയിക്കുക. ഈ സമയത്ത് കാറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെടുന്നവർക്ക് ധാരാളം കാശുണ്ടാക്കാം. കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണെന്നത് അറിയുക. സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാദ്യ ഉൽപ്പാദനം 10-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അമരഗൃഹാദ്യ ദേവാലയം മുതലായവയുടെ സൃഷ്ടിക്ക് വേണ്ടി പ്രയത്നിക്കുമെന്നാണ്. അതിനാൽ ധർമ്മദൈവങ്ങൾ, ദേവാലയങ്ങൾ, വിഷ്ണു പ്രീതികരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യുക. കർമ്മണാം ആജ്ഞ ആലംബനയോശ്ച സിദ്ധി ദാസാവാപ്തി കീർത്തിയുദ്ഗമാഹ. നല്ല ഭൃത്യന്മാരെ ലഭിക്കുന്നതാണ്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കും. പിന്നെ ഇവിടെ കന്നിരാശിക്കാർക്ക് കണ്ടകശനിയുണ്ട്. അതിനാൽ 10-ൽ വ്യാഴവുമാണ്. അതിനാൽ വിഷ്ണു ക്ഷേത്രം, ശ്രീരാമസ്വാമി ക്ഷേത്രം, ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇവിടെ ചെയ്യുന്ന വഴിപാടുകൾ വളരെയധികം ഗുണമായി വരും. പ്രത്യേകിച്ച് കന്നിരാശിക്കാർക്ക് ശനി മന്ത്രപതിയാണ്. അതിനാൽ ഹനുമാൻ ചാലീസ അല്ലെങ്കിൽ ഓം ഹം ഹനുമതേ നമഃ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ വളരെയധികം ഫേവർ ചെയ്യും ഈ ശനിയും വ്യാഴവും എന്നറിയുക. നന്ദി, നമസ്തേ.